പിന്നെ അദ്ദേഹം വളരെ അനുഗ്രഹീതനായിട്ടുള്ള ഒരു നടനായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അദ്ദേഹം വലിയ ഭാഗ്യം ചെയ്തൊരു നടനാണെന്ന് ഞാൻ പറയും. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ കോമഡിയൻസിനോ അല്ലെങ്കിൽ ഈ മിമിക്രിക്കാർക്കൊന്നും കിട്ടാത്തൊരു കാര്യം. ഇപ്പൊ അദ്ദേഹം ഏറ്റവും ആദ്യം അഭിനയിച്ച ഇഷ്ടമാണ് നൂറുവട്ടത്തിലാണ്. അതിന് ആദർശം കൊണ്ടായിട്ടാണ് അദ്ദേഹത്തെ അഭിനയിപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അതുകൊണ്ട് തന്നെ നാദിർഷയായിട്ട് വളരെ വലിയ അടുപ്പമായിരുന്നു. അതുകൊണ്ട് നാദിർഷ കല്യാണത്തിന് എത്തിയിട്ട് താലി കെട്ടു എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ താലി കെട്ടാൻ വേണ്ടി ഏറ്റവും അവസാനം നാദിർഷ വന്നതിന് ശേഷമാണ് അദ്ദേഹം താലി കിട്ടുന്നതൊക്കെ തന്നെ. അപ്പൊ അത്ര വലിയ ഒരു ബോണ്ടേജ് അല്ലെങ്കിൽ അടുപ്പം അദ്ദേഹവുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ് നമുക്കറിയാലോ നിരവധി സിനിമകൾ, ഇപ്പോൾ കല്യാണരാമൻ അല്ലെങ്കിൽ മഴത്തുള്ളി കിലുക്കം, തെങ്കാശിപ്പട്ടണം വലിയ ബ്രേക്ക് നൽകുന്ന ഒരു സിനിമ. ആ തെങ്കാശിപ്പട്ടണം, അത് കഴിഞ്ഞ് മഴത്തുള്ളി കിലുക്കം, കല്യാണരാമൻ, ഇതിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങൾ അദ്ദേഹം അഭിനയിച്ചു. ചതിക്കാത്ത ജന്തു, പുലിവാൽ കല്യാണം, ഗ്രാമഫോൺ, മായാവി എന്ന് പറയുന്ന സിനിമയിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ ഒരു സാധാരണ പെർഫോമൻസുകളെക്കാൾ നമ്മൾ പറയുന്നത് കുറച്ചുകൂടി കൂടിയ നടനാണെന്ന് ഏറ്റവും ഒടുവിൽ കണ്ടെത്തപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഒരു നടനാണ്. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹം 100-300 സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഇങ്ങനെയുള്ള ഒരു കോമഡി താരമായി തന്നെ നിന്ന് പോയേനെ. പക്ഷെ അതിനുശേഷമാണ് നമുക്കെല്ലാം അറിയുന്ന പോലെ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയത്തോടുകൂടി ഗംഭീരമായി നമ്മളെ ഞെട്ടിച്ചു. അതായത് നമ്മുടെ കണ്ണ് നനയിക്കുന്ന ഒരു അഭിനയം അദ്ദേഹത്തിന് സാധ്യമാകുമെന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ആ സിനിമയിലാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല രണ്ടാമത്തെ നടനുള്ള അവാർഡ് കിട്ടുന്നത്.